ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക്മീഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ്. അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇൻഷോട്ടാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി നമ്മൾ ആദ്യം തന്നെ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കവിടെ വീഡിയോ, ഫോട്ടോസ് ഓൾ കാണാൻ സാധിക്കും. നമ്മൾ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ 2-3 വീഡിയോ സെലക്ട് ചെയ്തു. ഈ ഫോട്ടോയ്ക്കകത്ത് പോയി കഴിയുമ്പം ഫോട്ടോസ് നമുക്ക് വരുന്നതായിരിക്കും. ഇത് കുറച്ച് താമസമുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ടിക്ക് അടിച്ചാൽ നമ്മുടെ ഇത് ആഡായി വരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് അതിലോട്ട് പോകുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അതുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് റേഷ്യോ പലത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് അങ്ങനെ നമുക്ക് പല റേഷ്യോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പല റേഷ്യോസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ആഡാവുന്നതായിരിക്കും. അതിനുശേഷം മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പല ഓഡിയോസ് അവർ തന്നെ തരുന്നതായിട്ടുണ്ട്. പിന്നെ മൈ മ്യൂസിക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്റ്റോറേജിലുള്ള മ്യൂസിക്കൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിനകത്ത് മൈക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തതായിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. സ്റ്റിക്കേഴ്സിൽ പോയി കഴിഞ്ഞാൽ കുറേ സ്റ്റിക്കേഴ്സ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നമുക്കതിൽ ആഡ് ചെയ്യാം. ചിലതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ശേഷം നമുക്ക് അതിൻ്റെ ലെങ്ത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടിക്ക് ബട്ടൺ കൊടുത്താൽ മതി. എന്നപ്പോൾ അത് ആകുന്നതായിരിക്കും. അടുത്ത നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ടപ്പുറത്ത് നമുക്ക് കളർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത് നമുക്ക് ഫോൺസ് അത് ശരിയാക്കാൻ പറ്റും. ഇഷ്ടമുള്ള ഫോൺസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് കുറേ ഫോൺസ് ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ. പിന്നെ എൻ്റെ ആനിമേഷൻ എങ്ങനെ വരണമെന്നൊക്കെ ഉണ്ട്. അതും നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അത് വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ വേണമെന്ന് നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ടിക്ക് കൊടുത്താൽ മതി. എന്നപ്പോൾ അത് ആവുന്നതായിരിക്കും. അടുത്ത് നമുക്ക് ഫിൽറ്റർ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ്, എഫക്ട്സൊക്കെ കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കുറേ എഫക്ട്സ് ഉണ്ട്, നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എഫക്ട്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ എഫക്ട്സ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ കണ്ടു കുറേ എഫക്ട്സ് ഉണ്ട് അതിൽ. അത് നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. നമുക്കെല്ലാം അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
അതിനുശേഷം പ്രീ കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്കത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത് നമുക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ആ വെള്ളവര എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കട്ടാവുന്നതായിരിക്കും. ആ സ്പ്ലിറ്റ് കൊടുത്ത് അത് കട്ടാവുന്നതാണ്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ സ്പ്ലിറ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു പാർട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. അടുത്ത് നമുക്കവിടെ ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വേണമെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ടിക്ക് കൊടുക്കുക, അപ്പോൾ അത് പ്രോസസ്സ് ആയിക്കോളും. ടിക്ക് കൊടുത്ത് ഇപ്പോൾ അത് പ്രോസസ്സ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. അതിപ്പോൾ സ്പീഡ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് സ്പീഡ് കൂടിയിട്ടുണ്ട്. അടുത്തായിട്ട് ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ക്രോപ്പ് ചെയ്യാം. ഇപ്പം ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി, യൂട്യൂബിന് വേണ്ടിയാണെങ്കിൽ യൂട്യൂബിന്, ടിക്ടോക്കിനാണെങ്കിൽ ടിക്ടോക്കിന്, അതനുസരിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. അടുത്തത് നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഒരു പാർട്ടിനെ പോലെ തന്നെ വേറൊരു പാർട്ടും കൂടെ ആഡായി വരുന്നതായിരിക്കും. പിന്നെ അടുത്ത റൊട്ടേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് റൊട്ടേറ്റ് ആവുന്നതായിരിക്കും. പിന്നെ ഫ്ലിപ്പ് ഉണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അത് ഫ്രീസ് ആക്കണമെങ്കിൽ ഫ്രീസിൽ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ അത് ഫ്രീസ് ആയിക്കോളും. ഇപ്പോൾ ഇത് ഫ്രീസ് ആവുന്നുണ്ട്, ഫ്രീസ് ആയിക്കോളും. ഇനി സേവ് ചെയ്യണമെങ്കിൽ ആ മേളിൽ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ സേവ് എന്ന് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ക്ലാരിറ്റി നമ്മൾ ഇഷ്ടം അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിപ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ എക്സ്പോർട്ട് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.